നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പാലാ ഹോസ്പിറ്റലിൽ ഡോക്ടർ ജി ദയാസുധൻ MBBS MDയുടെ നേതൃത്വത്തിൽ സൈക്കാട്രിക് വിഭാഗം കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. പാലാ ഹോസ്പിറ്റൽ, കട്ടപ്പന. എന്താണ് പാചകകല? പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല. പാലാട്, രുചി ലോകത്തെ സമ്രാട്ട്. Higher education oriented coaching and training programs. Admission to the academic year 2023 is in progress. Carmel CMI Public School, Puliyanmala. ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളിലെ അക്രമകാരികളായ കാട്ടാനകളെ പിടികൂടുന്നതിൽ തീരുമാനം ഉടനുണ്ടായേക്കും. കാട്ടാനകളെ പിടിക്കുന്നതിൽ ഉത്തരവിറക്കുക ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ. ആനകളെ പിടിക്കാൻ എത്തുന്നത് 3 കുങ്കിയാനകൾ ഉൾപ്പെടെ 23 അംഗ സംഘം. ഇടുക്കി ജില്ലയിൽ മാത്രം നിലവിലുണ്ടായിരുന്ന നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് നിബന്ധന ഒഴിവാക്കി ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഒഴിവാക്കിയത് ഭൂമി ഈടിന്മേൽ ധനകാര്യ സ്ഥാപനങ്ങൾ വായ്പ അനുവദിക്കുന്നതിന് തഹസിൽദാരുടെ നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണമെന്ന നിബന്ധന. പരിഹാരമായത് ഇടുക്കിക്കാർക്ക് ഏറെ ദുരിതം സമ്മാനിച്ച നടപടിക്രമങ്ങൾ. ഉപ്പുതര ഗ്രാമപഞ്ചായത്തിലെ രാജീവ് ഗാന്ധി കോളനി നിവാസികളെ പുനരധിവസിപ്പിക്കാൻ നടപടിയായി. ചോർന്നൊലിക്കുന്നതും ഇടിഞ്ഞു വീഴാറായതുമായ വീടുകളിൽ നിന്നും ആളുകളെ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളാക്കുവാനുള്ള ജില്ലാ കളക്ടറുടെ നടപടി മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്ന്. ബഫർ സോൺ വിഷയത്തിലും ഭൂപ്രശ്ന പരിഹാരത്തിലും സർക്കാർ കുറ്റകരമായ അനാസ്ഥ തുടരുകയാണെന്ന് ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു. ശക്തിവേലിന്റെ മരണത്തോടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് സർക്കാർ ശ്രമം. കാട്ടാന വിഷയത്തിന് പിന്നാലെ ബഫർ സോൺ വിഷയവും ഭൂപ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടിയുള്ള സമരം കോൺഗ്രസ് ശക്തമാക്കുമെന്നും CP മാത്യു. വിശദമായ വാർത്തകളിലേക്ക്. ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളിലെ അക്രമകാരികളായ കാട്ടാനകളെ പിടികൂടുന്നതിൽ തീരുമാനം ഉടനുണ്ടായേക്കും. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് കാട്ടാനകളെ പിടിക്കുന്നതിൽ ഉത്തരവിറക്കുക. അരിക്കൊമ്പനെ പിടിക്കണമെന്നും ചക്കക്കൊമ്പൻ, മുറിവാലൻ എന്നീ ഒറ്റയാന്മാരെ റേഡിയോ കോളർ ഘടിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട ഹൈറേഞ്ച് സർക്കിൾ CCF റിപ്പോർട്ട് നൽകിയിരുന്നു. അതേസമയം വയനാട്ടിൽ നിന്നെത്തിയ പ്രത്യേക ദ്രുതകർമ്മസേന ഇടുക്കിയിൽ നിന്ന് മടങ്ങി. ആനകളെ പിടിക്കുന്നത് സംബന്ധിച്ച് ഉത്തരവിറങ്ങുമ്പോഴാണ് സംഘം ഇടുക്കിയിൽ തിരിച്ചെത്തുക. 3 കുങ്കിയാനകൾ ഉൾപ്പെടെ 23 അംഗ സംഘമാണ് ആനകളെ പിടിക്കാൻ എത്തുന്നത്. ഇടുക്കിയിലെ അക്രമകാരികളായ കാട്ടാനകളെ പിടിച്ചുമാറ്റുന്നതിനടക്കം വനംവകുപ്പ് നടപടികൾ വേഗത്തിലാക്കി മുമ്പോട്ടു പോകുകയാണ്. എന്നാൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വീടും കൃഷിയിടവും നഷ്ടപ്പെട്ടവർക്കുള്ള ധനസഹായം നൽകുന്നതിന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. വീടുകൾ തകർന്നതുപോലും നേരിട്ട് കാണാതെ ഉദ്യോഗസ്ഥർ തുച്ഛമായ തുക നഷ്ടപരിഹാരമായി തീരുമാനിക്കുന്നതായും പരാതിയുണ്ട്. ഇത് കാട്ടാനശല്യം ഏറ്റവും രൂക്ഷമായി തുടരുന്ന ഇടുക്കി ചിന്നക്കനാൽ 301 കോളനിയിലെ തങ്കസ്വാമിയുടെ വീടാണ്. ജനുവരി 3-ാം തീയതി കാട്ടാനയെത്തി വീടിന്റെ മുൻവശവും പിൻവശവും ഇടിച്ചു തകർത്തു. തങ്കസ്വാമി മകന്റെ പഠന ആവശ്യങ്ങൾക്കായി തൊടുപുഴയ്ക്ക് പോയി മടങ്ങിയെത്തിയപ്പോൾ നേരം വൈകിയതിനാൽ ആനയിറങ്കലിൽ തങ്ങി. രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് വീട് തകർന്നു കിടക്കുന്നത് കണ്ടത്. സ്വന്തം ചെലവിൽ വീടിനു ചുറ്റും ട്രെഞ്ച് താഴ്ത്തിയിരുന്നെങ്കിലും ഇത് മറികടന്നാണ് കാട്ടാനയെത്തിയത്. വനം വകുപ്പ് അധികൃതരെ വിവരമറിയിച്ചു. 1 മാസം പിന്നിടുമ്പോഴും ആരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല. വില്ലേജ് ഓഫീസർ പറഞ്ഞത് സാർ വന്ന് കാണും, കണ്ടിട്ട് നിങ്ങൾക്ക് ഉള്ള ഇത് ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ സാർ വന്ന് കണ്ടില്ല, ആരും വന്നില്ലെന്ന് തന്നെ പറയാം. ഇതുവരെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ ആരും വന്ന് കണ്ടിട്ടില്ല. കാട്ടാനയാക്രമണത്തെ തുടർന്ന് വീടിന്റെ മറ്റു ഭിത്തികൾക്കും വിള്ളൽ വീണു. കെട്ടിടം പൂർണ്ണമായും തകർന്നു വീഴാനുള്ള സാധ്യതയും നിലവിലുണ്ട്. വീട് പൂർണ്ണമായും പുനർനിർമ്മിച്ചാൽ മാത്രമേ സുരക്ഷിതമായി ഇദ്ദേഹത്തിന് അന്തിയുറങ്ങാൻ കഴിയൂ. അതിന് അധികൃതർ കണക്കാക്കിയ നഷ്ടപരിഹാരം വെറും 40,000 രൂപയാണ്. വന്യജീവി ആക്രമണങ്ങൾക്കിരയാകുന്ന കർഷകരോട് വനം, റവന്യൂ വകുപ്പുകൾ വലിയ അലംഭാവമാണ് കാണിക്കുന്നത് എന്നതിന്റെ തെളിവ് കൂടിയാണിത്. ഇടുക്കി ജില്ലയിൽ മാത്രം നിലവിലുണ്ടായിരുന്ന നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് നിബന്ധന ഒഴിവാക്കി ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഭൂമി ഈടിന്മേൽ ധനകാര്യ സ്ഥാപനങ്ങൾ വായ്പ അനുവദിക്കുന്നതിന് ഭൂമിയുടെ പട്ടയം യഥാർത്ഥമാണെന്നുള്ള തഹസിൽദാരുടെ നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണമെന്ന നിബന്ധനയാണ് ഒഴിവാക്കിയത്. ഇടുക്കിക്കാർക്ക് ഏറെ ദുരിതം സമ്മാനിച്ച നടപടിക്രമങ്ങൾക്കാണ് ഇതോടെ പരിഹാരമായിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ മാത്രം നിലവിലുണ്ടായിരുന്ന നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് നിബന്ധന ഒഴിവാക്കി ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. 2010-ലാണ് ജില്ലയിലെ ഭൂമിക്ക് നൽകിയിരിക്കുന്ന പട്ടയം
നിജമാണെന്ന് സാക്ഷ്യപ്പെടുത്തി സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധന ഉണ്ടായത്. സർക്കാർ വ്യവസ്ഥകൾ പ്രകാരം പട്ടയം നൽകിയിരിക്കുന്ന ഭൂമിയുടെ പട്ടയം നിജമാണെന്ന് വീണ്ടും സാക്ഷ്യപ്പെടുത്തേണ്ട നടപടി ഇടുക്കിയിൽ മാത്രമാണ് നിലവിലുള്ളത്. 2022 ജൂൺ 3 ഇടുക്കി തഹസിൽദാർ നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് പുതിയ നടപടി. ഇത് സംബന്ധിച്ച ഉത്തരവ് ജില്ലാ കളക്ടർ ഷീബ ജോർജ് ജില്ലയുടെ ലീഡ് ബാങ്കായ യൂണിയൻ ബാങ്ക് മാനേജർക്ക് നൽകി. ഇടുക്കി ജില്ലയിൽ മാത്രം 2010 മുതൽ നിലവിലുണ്ടായിരുന്ന ഒരു ഉത്തരവായിരുന്നു നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് വേണമെന്ന്. അപ്പൊ കളക്ടറിന്റെ നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള കളക്ടറിന്റെ പുതിയ ഉത്തരവ് അഭിനന്ദനാർഹമാണ്. ഇടുക്കി ജില്ലയിലെ സാധാരണക്കാരായ കർഷകർക്ക് വായ്പ എടുക്കാൻ പോകുമ്പോൾ ഇതുമൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിരവധി തവണ തഹസിൽദാർ ഇടുക്കി താലൂക്ക് ഓഫീസിലൊക്കെ കയറി ഇറങ്ങേണ്ട അവസ്ഥയായിരുന്നു. വില്ലേജ് ഓഫീസ് മുതൽ മാസങ്ങളോളം നടന്നതിന് ശേഷമൊക്കെയായിരുന്നു ഇത് കിട്ടിയിരുന്നത്. എന്താണെങ്കിലും ഈ ഉത്തരവ് സ്വാഗതാർഹമാണ്. കയ്യേറ്റം ഒഴിപ്പിക്കൽ ആരംഭിച്ചതോടെ നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് നൽകുന്നത് നിർത്തിവച്ചിരുന്നു. ഇതുമൂലം സാധാരണ ജനങ്ങൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് വായ്പ എടുക്കുന്നതിനും സ്പൈസസ് ബോർഡിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. പട്ടയം അനുവദിച്ചിട്ടുള്ള ഭൂമിക്ക് എല്ലാ റവന്യൂ സർട്ടിഫിക്കറ്റുകളും അനുവദിക്കുന്ന സ്ഥിതിക്ക് നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് കൂടി അധികമായി അനുവദിക്കേണ്ടതില്ലെന്നും എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും നിർദ്ദേശം പാലിക്കുന്നുണ്ടെന്ന് ലീഡ് ബാങ്ക് മാനേജർ ഉറപ്പുവരുത്തണമെന്നും ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉപ്പുതര ഗ്രാമപഞ്ചായത്തിലെ രാജീവ് ഗാന്ധി കോളനി നിവാസികളെ പുനരധിവസിപ്പിക്കാൻ നടപടിയായി. ചോർന്നൊലിക്കുന്നതും ഇടിഞ്ഞു വീഴാറായതുമായ വീടുകളിൽ നിന്നും ആളുകളെ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളാക്കുവാനുള്ള ജില്ലാ കളക്ടറുടെ നടപടി മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്നാണ് സാധ്യമായത്. ഉപ്പുതറ രാജീവ് ഗാന്ധി കോളനിയിൽ 1995-96 കാലഘട്ടത്തിൽ ഭവന നിർമ്മാണ ബോർഡ് നിർമ്മിച്ച 50 വീടുകളാണ് കാലക്രമേണ വാസയോഗ്യമല്ലാതായത്. ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് സ്വന്തമായി ഭൂമിയോ മറ്റ് ആസ്തികളോ ഇല്ല. വീടുകൾ ചോർന്നൊലിക്കുന്നതും അപകടാവസ്ഥ നേരിടുന്നതുമായതോടെ ജീവൻ പണയം വെച്ചായിരുന്നു നിരവധി കുടുംബങ്ങൾ അന്തിയുറങ്ങിയിരുന്നത്. വീടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് 28 വർഷമായി. അന്ന് മുതൽ ഏതാണ്ട് ഒരു 10 വർഷത്തോളം വീടിനകത്ത് കിടന്നു. അത് കഴിഞ്ഞതിന് ശേഷം വീടിനകത്ത് കിടക്കാൻ പറ്റാതെ വന്നു. മേത്തും തലയിൽ എല്ലാം കട്ടിൽ വഴിയെല്ലാം ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ തുടങ്ങി. പിന്നെ വീട്ടിനകത്ത് കിടപ്പില്ല. ഇതിന് പുറത്ത് ഇങ്ങനെ ചാർത്തിനകത്ത് ഇങ്ങനെ പ്ലാസ്റ്റിക്കൊക്കെ കെട്ടി ഇതിനകത്ത് കഴിഞ്ഞു കൂടുന്നു. കുടുംബം മരിച്ചുപോയി. കുടുംബം മരിച്ചിട്ട് 2 വർഷമായി. സർക്കാർ അധികാരികൾ തരാമെന്ന് പറയുന്ന ഒന്നിനെ നമുക്ക് ധിക്കരിക്കാൻ പറ്റുകയില്ല. ഏറ്റവും സന്തോഷമല്ലേ നമുക്ക് വലുത്. അതൊരു തരത്തിൽ ആഹാരമായിരുന്നാൽ നമുക്ക് വലുത് ആ ഒരു തരത്തിൽ ആഹാരമാണ്. ആളുകളുടെ ദുരവസ്ഥ നിരവധി തവണ മാധ്യമ വാർത്തയായതോടെ മനുഷ്യാവകാശ പ്രവർത്തകനായ ഗിന്നസ് മാടസ്വാമി മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുകയും തുടർന്ന് കമ്മീഷൻ ഇടപെടൽ നടത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ താമസിക്കുന്നവരെ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചു. ഗ്രാമപഞ്ചായത്തുമായി കരാറിൽ ഏർപ്പെടുന്ന മുറയ്ക്ക് ഭവന നിർമ്മാണ ധനസഹായം അനുവദിക്കുന്നതാണെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. തുടർ നടപടികൾ പൂർത്തിയാക്കി എത്രയും വേഗം പ്രശ്നപരിഹാരം ഉണ്ടാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. ബഫർ സോൺ വിഷയത്തിലും ഭൂപ്രശ്ന പരിഹാരത്തിലും സർക്കാർ കുറ്റകരമായ അനാസ്ഥ തുടരുകയാണെന്ന് ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു. ശക്തിവേലിന്റെ മരണത്തോടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കാട്ടാന വിഷയത്തിന് പിന്നാലെ ബഫർ സോൺ വിഷയവും ഭൂപ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടിയുള്ള സമരം കോൺഗ്രസ് ശക്തമാക്കുമെന്നും CP മാത്യു പറഞ്ഞു. ബഫർ സോൺ വിഷയത്തിലും ഭൂപ്രശ്ന പരിഹാരത്തിലും സർക്കാർ കുറ്റകരമായ അനാസ്ഥ തുടരുകയാണെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. വന്യമൃഗശല്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നതോടെ ബഫർ സോൺ വിഷയവും ഭൂപ്രശ്നങ്ങളുടെ പരിഹാരവും അനന്തമായി നീളുകയാണ്. കാട്ടാന ആക്രമണത്തിൽ വനംവകുപ്പ് വാച്ചർ ശക്തിവേൽ മരിച്ചതോടെ ഉണ്ടായ വലിയ പ്രതിഷേധം തണുപ്പിക്കുന്നതിനായി സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണെന്നും CP മാത്യു ആരോപിച്ചു. അതുകൊണ്ട് തന്നെ കാട്ടാന വിഷയത്തിനൊപ്പം ജില്ലയിലെ പട്ടയ ഭൂവിഷയങ്ങളും ബഫർ സോൺ വിഷയവും ഉയർത്തിക്കാട്ടി ശക്തമായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുമെന്നും CP മാത്യു പറഞ്ഞു. 66-91 ചട്ടങ്ങൾ ഞങ്ങൾ ഭേദഗതി ചെയ്യും എന്ന് ഗവൺമെന്റ് പറഞ്ഞിരുന്നതാണ്. അതിനുവേണ്ടി 23-ാം നിയമസഭ സമ്മേളിക്കുന്ന ദിവസം തന്നെ ഞങ്ങൾ അതിൻ്റെ ഭേദഗതി കരട് രേഖ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അത് ഉണ്ടായിട്ടില്ല. പകരം ഇപ്പോൾ ശക്തിവേലിന്റെ മരണത്തോടുകൂടി നേരെ ഈ ആനയെ പിടിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് മാറി. അപ്പോൾ അത് മിക്കവാറും മാറ്റിവെച്ചോ സംശയമുണ്ട്. ഇത് കഴിയുന്നതോടുകൂടി ഞങ്ങൾ അടുത്ത പടിയായിട്ട് അതിലേക്ക് കടക്കും. കോൺഗ്രസ് സമരത്തിലേക്ക് നീങ്ങുന്നതിനൊപ്പം വലിയ പ്രതിഷേധ പരിപാടികൾക്ക് തയ്യാറെടുക്കുകയാണ് ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റും. ഒപ്പം ഇടുക്കി രൂപതയും മറ്റ് മത സംഘടനകളും പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനൊരുങ്ങുകയാണ്. അതേസമയം ഭൂനിയമങ്ങളടക്കം ഭേദഗതി ചെയ്യുന്നതിന് സർക്കാർ കാര്യക്ഷമമായി ഇടപെടൽ നടത്തി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ സമരപരിപാടിയുമായി രംഗത്തെത്തുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമാണെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിമർശനം.
തൊടുപുഴ പൊൻകുന്നം സംസ്ഥാന പാതയുടെ ഭാഗമായ വെങ്ങല്ലൂരിനും കരിങ്കുന്നത്തിനും ഇടയിൽ രാത്രികാലത്ത് തടിലോറികൾ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. വേണ്ടത്ര മുൻകരുതലുകൾ ഇല്ലാതെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കെതിരെ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. ഗതാഗത തിരക്കേറിയ തൊടുപുഴ പൊൻകുന്നം റോഡിലെ വെങ്ങല്ലൂർ മുതൽ നെല്ലാപ്പാറയ്ക്ക് സമീപം വരെ റോഡരികിൽ രാത്രികാലങ്ങളിൽ തടിലോറികൾ പാർക്ക് ചെയ്യുന്നത് അപകട ഭീഷണി ഉയർത്തുന്നതായാണ് പരാതി. ദിവസേന ഡസൻ കണക്കിന് ലോറികളാണ് ഇത്തരത്തിൽ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്നത്. പല ലോറികളും റോഡിലെ ടാറിങ്ങിലേക്ക് കയറ്റി പാർക്ക് ചെയ്യുന്നതിനാൽ മറ്റു വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്നില്ല. ഇത്തരത്തിൽ നിർത്തിയിടുന്ന ലോറികളിൽ പാർക്കിംഗ് സൂചിപ്പിക്കുന്ന റിഫ്ലക്ടർ ലൈറ്റുകളോ മറ്റ് അപകട മുന്നറിയിപ്പ് സംവിധാനങ്ങളോ ഘടിപ്പിക്കാത്തതിനാൽ അപകട സാധ്യതയും ഏറെയാണ്. പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടതായും ഇത്തരത്തിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും ഇടുക്കി എൻഫോഴ്സ്മെന്റ് RTO പറഞ്ഞു. തൊടുപുഴ കരിങ്കുന്ന റൂട്ടിൽ രാത്രികാലങ്ങളിൽ തടി കയറ്റി വരുന്ന വാഹനം യാതൊരുവിധ അസാഡസ് വാണിംഗ് ലൈറ്റ് ഇടാതെയും അതുപോലെ തന്നെ റിഫ്ലക്റ്റീവ് ടേപ്പ് ഒട്ടിക്കാതെയും റോഡ് സൈഡിൽ അലക്ഷ്യമായി നിർത്തിയിട്ട് പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിനോ അല്ലെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നിർത്തിയിട്ട് പോകുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. അത് തികച്ചും നിയമവിരുദ്ധമായ നടപടിയാണ് ഡ്രൈവർമാർ ചെയ്യുന്നത്. ഒരു കാരണവശാലും റോഡിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ റോഡിൽ ഒരു കാരണവശാലും രാത്രികാലങ്ങളിൽ യാതൊരുവിധ മുന്നറിയിപ്പ് സിഗ്നൽ കൂടാതെ ഒരു കാരണവശാലും വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല. അവർക്ക് പാർക്കിംഗ് അനുവദിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഈ പറയുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കാവുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റോഡ് മാർജിൻ്റെ ഉള്ളിൽ ഒരു കാരണവശാലും പാർക്ക് ചെയ്യുന്ന ഡ്രൈവർമാർക്കെതിരെ ഒബ്സ്ട്രക്റ്റീവ് പാർക്കിങ്ങിനും ഡേഞ്ചറസ് ഡ്രൈവിങ്ങിനും എതിരെയൊക്കെ കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടിയെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. വീതി കൂട്ടി ആധുനിക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന റോഡിന്റെ വശങ്ങളിൽ ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റുകൾ മിക്കതും മിഴിയടഞ്ഞ നിലയിലാണ്. റോഡിലാകെ ഇരുട്ട് വീഴുന്ന സാഹചര്യത്തിൽ കൊടും വളവുകളും മറ്റുമുള്ള റോഡിൽ മുന്നറിയിപ്പ് സംവിധാനമില്ലാതെ ലോറികൾ കൂടി പാർക്ക് ചെയ്യുന്നത് അപകട സാധ്യത ഇരട്ടിയാക്കും. ഇത്തരത്തിൽ പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ തട്ടി ബൈക്ക് യാത്രികർ മരിച്ച സംഭവവും അടുത്ത കാലത്തുണ്ടായിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന യാത്രകൾ ഫെബ്രുവരി 15, 16 തീയതികളിൽ ജില്ലയിൽ പര്യടനം നടത്തുമെന്ന് നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തൊടുപുഴ, കട്ടപ്പന, നെടുങ്കണ്ടം, രാജാക്കാട്, അടിമാലി എന്നിവിടങ്ങളിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകും. 3 കർഷകദ്രോഹ നിയമങ്ങൾ പിൻവലിച്ചുകൊണ്ട് കർഷകരുമായി ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കുക, കേന്ദ്ര ഗവൺമെന്റിന്റെ കർഷകദ്രോഹ നയങ്ങൾ തിരുത്തുക, സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക, ബഫർ സോണിൽ നിന്നും ജനവാസ മേഖലയെയും കൃഷിയിടങ്ങളെയും ഒഴിവാക്കുക, വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റം ഫലപ്രദമായി തടയാൻ ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കുക, ഏലത്തിന് താങ്ങുവില നിശ്ചയിച്ച് സംഭരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി 10 തീയതി കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്ത് നിന്നും 2 ജാഥകളാണ് ആരംഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച തെക്കൻ മേഖലാ യാത്ര ഫെബ്രുവരി 15, 16 തീയതികളിൽ ഇടുക്കി ജില്ലയിൽ പര്യടനം നടത്തും. ഫെബ്രുവരി 15 തീയതി തൊടുപുഴയിൽ എത്തിച്ചേരുന്ന യാത്രയ്ക്ക് സ്വീകരണം നൽകും. സ്വീകരണ സമ്മേളനം കിസാൻ സഭ ദേശീയ സെക്രട്ടറി സത്യൻ മൊകേരി ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 16 രാവിലെ 9 മണിക്ക് കട്ടപ്പനയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 11 മണിക്ക് നെടുങ്കണ്ടം, 12 മണിക്ക് രാജാക്കാട്, 1 മണിക്ക് അടിമാലി എന്നീ കേന്ദ്രങ്ങളിലും ജാഥയ്ക്ക് സ്വീകരണം നൽകും. CPIയുടെ നേതാവും കിസാൻ സഭയുടെ ദേശീയ സെക്രട്ടറിമാരുടെ ഒരാളുമായിട്ടുള്ള സഖാവ് സത്യൻ മൊകേരിയാണ് സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. അടുത്ത ജില്ലയിലെ 16 തീയതി അടുത്ത ദിവസത്തെ ജാഥയുടെ പ്രയാണം കട്ടപ്പനയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കൗൺസിൽ സെക്രട്ടറി ബഹുമാനായ സഖാവ് K. സലിംകുമാറാണ് അന്നത്തെ ദിവസത്തെ ജാഥയുടെ പ്രയാണ പരിപാടി കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്തു. ജാഥയുടെ സമാപന 15 തീയതിയിലെ തൊടുപുഴയിലെ സമാപന സമ്മേളനത്തിലും അതിനുശേഷം നടക്കുന്ന ജില്ലയിലെ സ്വീകരണ കേന്ദ്രങ്ങളെന്ന് പറയുന്നത് 16 തീയതി രാവിലെ 9:30 കട്ടപ്പന, 11 മണിക്ക് നെടുങ്കണ്ടം, 12 മണിക്ക് രാജാക്കാട്, 1 മണിക്ക് അടിമാലി. തെക്കൻ മേഖലാ യാത്രയുടെ ക്യാപ്റ്റൻ കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി V. ചാമുണ്ണിയും വൈസ് ക്യാപ്റ്റൻ AP ജെയിനുമാണ്. മാത്യു വർഗീസ് ഡയറക്ടറായുള്ള യാത്രയിൽ അഡ്വക്കേറ്റ് ജോയ്ക്കുട്ടി ജോസ്, EM ദാസപ്പൻ, R. ചന്ദ്രിക ടീച്ചർ എന്നിവർ അംഗങ്ങളാണ്. വാർത്താ സമ്മേളനത്തിൽ കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് PK സദാശിവൻ, സെക്രട്ടറി TC കുര്യൻ, S. മനോജ് എന്നിവർ പങ്കെടുത്തു. ഭിന്നശേഷിക്കാരുടെ ക്ഷേമ സംഘടനയായ ഡിഫറന്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷന്റെ കട്ടപ്പന ഏരിയ പ്രവർത്തക യോഗവും മെമ്പർഷിപ്പ് വിതരണവും നടന്നു. കട്ടപ്പന ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടി DAWF സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗിരീഷ് കാർത്തി ഉദ്ഘാടനം ചെയ്തു.
ഭിന്നശേഷിക്കാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയാണ് ഡിഫറന്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ. സംഘടനയുടെ ഏരിയ പ്രവർത്തക യോഗമാണ് കട്ടപ്പനയിൽ സംഘടിപ്പിച്ചത്. കട്ടപ്പന ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടി DAWF സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗിരീഷ് കാർത്തി ഉദ്ഘാടനം ചെയ്തു. മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സുധി നിർവഹിച്ചു. നമ്മുടെ നാട്ടിൽ പട്ടിണിയില്ലായ ആത്മാഭിമാനം ഉയർത്തിക്കൊണ്ട് പറയുവാൻ കഴിയുന്നത്, നമ്മുടെ നാട്ടിൽ ആരോഗ്യ മേഖലയിൽ അവശത അനുഭവിക്കുന്നവർക്ക് എവിടെ ചെന്നാലും മരുന്ന് കിട്ടുമെന്ന് പറയുവാൻ കഴിയുന്നത്, ഒരു രോഗിക്ക് ചികിത്സ നേടി അറിയുവാൻ കഴിയും അപൂർവമായി ചില കാര്യങ്ങൾ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ, വലിയ ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനത്ത്, വളരെ കുറച്ച് വിസ്തീർണമുള്ള ഒരു സംസ്ഥാനത്ത് എല്ലാ മനുഷ്യരും നിന്ന് ചോദിച്ചാൽ, നിന്റെ മകൻ എന്ത് പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ, താങ്കളുടെ മകൻ എന്ത് പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ, എന്റെ മകൻ PG അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം അല്ലെ LLB അല്ലെങ്കിൽ ഡോക്ടറായിരിക്കുന്നു എന്ന് പറഞ്ഞ് BComൽ താഴെ ഒരു ചെറുപ്പക്കാരില്ലാത്ത നാടായി കേരളത്തെ മാറ്റിയത് എങ്ങനെയാണെന്ന് ഇന്ത്യക്കകത്ത് നാം ചിന്തിക്കണ്ടേ. സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ ജയ ഡാളി, സംസ്ഥാന കമ്മിറ്റി അംഗം ശ്യാമ സുരേഷ്, മനോജ് ഭാസ്കരൻ, ജില്ലാ പ്രസിഡന്റ് TS ചാക്കോ എന്നിവർ സംസാരിച്ചു. NPRD ദേശീയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഗിരീഷ് കീർത്തിക്കും സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട ജയ ഡാളിക്കും പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്വീകരണവും നൽകി. നിരവധി അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. ഇറക്കുകൂലി തർക്കത്തെ തുടർന്ന് വണ്ടിപ്പെരിയാർ സപ്ലൈകോ ഔട്ട്ലെറ്റിലെത്തിയ അവശ്യ സാധനങ്ങളുടെ ലോഡ് ഇറക്കാതിരുന്നത് പരിഹരിച്ചു. സപ്ലൈകോ ഔട്ട്ലെറ്റിലെത്തുന്ന സാധനങ്ങൾ ഇറക്കുന്നതിലുള്ള കൂലിയിൽ ചുമട്ടുതൊഴിലാളികൾ വർധനവ് ആവശ്യപ്പെട്ടതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. സപ്ലൈകോയുടെ വണ്ടിപ്പെരിയാർ ഔട്ട്ലെറ്റിൽ അവശ്യ സാധനങ്ങളുടെ ലഭ്യതക്കുറവുണ്ടെന്ന പരാതികൾക്കും മാധ്യമ വാർത്തകൾക്കും ഒടുവിലാണ് കാഞ്ഞിരപ്പള്ളി ഡിപ്പോയിൽ നിന്നും അവശ്യ സാധനങ്ങൾ എത്തിയത്. എന്നാൽ ചുമട്ടുതൊഴിലാളികളുമായുള്ള ഇറക്കുകൂലി തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രിയായിട്ടും ലോഡ് ഇറക്കുവാൻ സാധിച്ചിരുന്നില്ല. സപ്ലൈകോ ഔട്ട്ലെറ്റിലെത്തുന്ന സാധനങ്ങൾ ഇറക്കുന്നതിനുള്ള കൂലിയിൽ ചുമട്ടുതൊഴിലാളികൾ വർധനവ് ആവശ്യപ്പെട്ടതാണ് പ്രതിസന്ധിക്ക് കാരണം. വിഷയത്തിൽ ചുമട്ടുതൊഴിലാളികൾ കർശന നിലപാട് എടുത്തതോടെ ജനപ്രതിനിധികൾ വിഷയത്തിൽ ഇടപെടുകയും തുടർന്ന് സപ്ലൈകോ കാഞ്ഞിരപ്പള്ളി ഏരിയ മാനേജർ സിമി സ്ഥലത്തെത്തുകയും ചർച്ച നടത്തുകയും ചെയ്തു. സർക്കാർ സ്ഥാപനമായതിനാലാണ് കൂലി വർദ്ധിപ്പിച്ചു നൽകുവാൻ താമസമായതെന്ന് ഏരിയ മാനേജർ ചുമട്ടുതൊഴിലാളികളെ അറിയിച്ചു. ചർച്ചയ്ക്കൊടുവിൽ കൂലി വർദ്ധിപ്പിച്ചു നൽകുവാൻ തീരുമാനമായി. ഇതോടെ വാഹനത്തിൽ നിന്നും തൊഴിലാളികൾ ലോഡ് ഇറക്കി. കൃഷി ഒരു സംസ്കാരമാണെന്ന തിരിച്ചറിവ് കുട്ടികളിൽ ഉണ്ടാക്കുകയെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി ഇടുക്കി ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും പച്ചക്കറിത്തോട്ട നിർമ്മാണം തുടങ്ങി. ജില്ലാതല ഉദ്ഘാടനം മൂന്നാർ ഇടമലക്കുടി ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂളിൽ വെച്ച് നടന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സന്തോഷ് CA ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ ന്യൂൺ ഫീഡിംഗ് ഓഫീസർ സൈമൺ PJ, ഇടുക്കി DDE ബിന്ദു K, ബിജു വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് LP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപിക മർദ്ദിച്ചതായി പരാതി. മർദ്ദനമേറ്റതിനെ തുടർന്ന് ഭക്ഷണം കഴിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ കുട്ടിയെ വണ്ടിപ്പെരിയാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ചൈൽഡ് ലൈൻ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വണ്ടിപ്പെരിയാർ സർക്കാർ സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് അധ്യാപിക മർദ്ദിച്ചതായി പരാതി. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവമുണ്ടായത്. ക്ലാസ്സിൽ കുട്ടികൾ ഡെസ്കിൽ കൊട്ടുകയും ബഹളമുണ്ടാക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് അധ്യാപിക കുട്ടിയുടെ ചെകിട്ടത്തടിക്കുകയും ചെവിക്ക് പിടിച്ച് തിരിക്കുകയും ചെയ്തതായാണ് പരാതി. ഞാൻ ഒന്നും ചെയ്തില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ കൊട്ടടിച്ച കാരണം ഞാനാ കൊട്ടടിച്ചെന്ന് പറഞ്ഞ് എന്നെ അടിച്ചു. ഇങ്ങനെ വെച്ച് അടിച്ചിട്ട് കാല് പിടിച്ച് പൊക്കി. ഈയിടെ ചവയ്ക്കുമ്പോൾ വന്ന് ഇവനെന്തോ കൊട്ടടിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ അടിച്ചിട്ട് ചെവിക്കുട്ടിക്കിട്ട് ഇങ്ങനെ അടിച്ചിട്ട് ചെവിയെ പിടിച്ച് ഇങ്ങനെ പൊക്കി. ഞാൻ തിരിച്ച് ഹെഡ് മാസ്റ്ററിനെ ഫോൺ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത്. വൈകിട്ടാണ് സംസാരിച്ചപ്പോഴത്തേക്ക് അവർ വന്നിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം എന്നുള്ളതിലാണ് പറയുന്നത്. പിന്നെ വന്നിട്ട് ടീച്ചർമാരും അവരുടെ PTA പ്രസിഡൻറ്റും ഒക്കെ ആയിട്ട് ഇന്ന് രാവിലെ വീട്ടിൽ വന്നു. അവർ സംസാരിച്ചിട്ട് ഇന്ന് ഈ നിമിഷം വരെ ഹെഡ് മാസ്റ്റർ എന്തായാലാണ് പോലും ചോദിച്ചിട്ടില്ല. അവനാണ് ചെവി വേദനയാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കഴിച്ചിട്ട് പോയി. അധ്യാപികയുടെ അടിയേറ്റതിനെ തുടർന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വന്ന വിദ്യാർത്ഥിയെ വണ്ടിപ്പെരിയാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ഇടുക്കി ചൈൽഡ് ലൈൻ കേസെടുത്ത് അന്വേഷണം തുടങ്ങി. സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഉൾപ്പെടെ വിവരമറിഞ്ഞിട്ടും ഇതേക്കുറിച്ച് അന്വേഷിച്ചില്ലെന്നും കുട്ടിയുടെ മാതാവ് പറഞ്ഞു. വിവാദത്തിലായ കട്ടപ്പന നഗരസഭയിലെ കണ്ണമല കുടിവെള്ള പദ്ധതി പൊളിച്ചു നീക്കണമെന്ന ഓംബുഡ്സ്മാന്റെ ഉത്തരവ് ചില ആളുകൾ വളച്ചൊടിക്കുന്നതായി പരാതിക്കാരൻ. പദ്ധതിയുടെ ഭാഗമായ മോട്ടോർപുര പൊളിച്ചുമാറ്റി സ്ഥാപിക്കണമെന്നാണ് ഉത്തരവ്. ഈ ഉത്തരവാണ് വാർഡ് കൌൺസിലർ അടക്കമുള്ളവർ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത്.
ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും പരാതിക്കാരനായ KP ഫിലിപ്പ് പറഞ്ഞു. കട്ടപ്പന നഗരസഭയുടെ 2021-22 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കല്യാണത്തണ്ട് വാർഡിലെ കണ്ണമല കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കിയത്. കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന 50ഓളം കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് വാർഡ് കൌൺസിലറും നഗരസഭ മുൻ അധ്യക്ഷയുമായ ബീന ജോബി പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ഇതിനിടെയാണ് വിവരാവകാശ പ്രവർത്തകനായ KP ഫിലിപ്പ് എന്നയാൾ പദ്ധതിയുടെ മോട്ടോർ പുര പൊതുവഴിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് കാട്ടി ഓംബുഡ്സ്മാന് പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ ഭാഗമായ മോട്ടോർ പുര റോഡ് പുറമ്പോക്കിൽ നിന്നും മാറ്റി സ്ഥാപിക്കണമെന്ന ഉത്തരവും കഴിഞ്ഞ ദിവസമെത്തി. എന്നാൽ ഈ ഉത്തരവ് വാർഡ് കൌൺസിലറും മാധ്യമങ്ങളും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയാണെന്ന് പരാതിക്കാരനായ KP ഫിലിപ്പ് ആരോപിച്ചു. കുടിവെള്ള പദ്ധതി തടസ്സപ്പെടുത്തുന്നു എന്ന നിലയിൽ എനിക്കെതിരെ ഇന്നലെ ചാനലുകളിലെല്ലാം വാർത്ത വന്നിരുന്നു. അത് വസ്തുതകൾ എന്താണെന്ന് മനസ്സിലാക്കാഞ്ഞിട്ടാണ് ആ തരത്തിൽ വാർത്ത വരാനുണ്ടായ കാരണം. കുടിവെള്ള പദ്ധതിക്കെതിരെയല്ല കൊടുത്തത്, നേരെ മറിച്ച് ഒരു കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഒരു കുഴൽക്കിണർ പണിയുകയും ആ കുഴൽക്കിണറിൽ തന്നെയാണ് കുടിവെള്ള പദ്ധതി മോട്ടോർ വെക്കുന്നത്. മോട്ടോർ പരി എന്ന് പറഞ്ഞ ഒരു ഷെഡ് അതിന് സമീപത്ത് പണിതിട്ടുണ്ട്. ആ സമീപത്ത് പണിതിരിക്കുന്നത് റോഡിലാണ്. ആ റോഡിൽ നിന്ന് ഒതുക്കി വഴി സൈഡിലോട്ട് മാറ്റി ഒതുക്കി വെക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടതും ഓംബുഡ്സ്മാൻ്റെ ഉത്തരവും. ഓംബുഡ്സ്മാൻ്റെ ആ ഉത്തരവിനെയാണ് ഇവർ വളച്ചൊടിച്ച് മുനിസിപ്പൽ കൗൺസിലർ അത് കുടിവെള്ളത്തെ തടസ്സപ്പെടുത്തുന്നുവെന്നും അതിനുവേണ്ടി ജനം പ്രക്ഷോഭം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുക. കുടിവെള്ള പദ്ധതിക്കെതിരെ അല്ല തടസ്സം ഉന്നയിച്ചിരിക്കുന്നത്. റോഡിൽ പണിത് വെച്ചിരിക്കുന്ന വലിപ്പം കൂടിയ ഷെഡ് അനാവശ്യമായി പബ്ലിക് ഫണ്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരം ഷെഡുകൾ പണിയുമ്പോൾ ഇതിനൊരു സ്വിച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി. ആ സ്വിച്ച് ഇവിടുത്തെ ഹൈമാക്സ് ലൈറ്റുകളൊക്കെ പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ 1.5 അടി പൊക്കത്തിലൊരു ബോക്സ് ഉണ്ടാക്കി ആ ബോക്സിൽ സ്വിച്ച് പിടിപ്പിക്കുന്ന മാതിരി ഒരു സ്വിച്ച് പിടിപ്പിച്ചാൽ മതി. അതിന് വേണ്ടിയാണ് ഈ സംഗതി. അത് വഴി സൈഡിലേക്ക് നിന്ന് റോഡ് അരികിലേക്ക് മാറ്റി പിടിപ്പിക്കണമെന്ന് മാത്രമേ KP ഫിലിപ്പ് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. റോഡരികിലുള്ള മോട്ടോർ പുര വഴിയാത്രക്കാർക്ക് തടസ്സമാകാത്ത വിധം മാറ്റി സ്ഥാപിക്കണമെന്നാണ് ഉത്തരവ്. കുടിവെള്ള പദ്ധതി ഇല്ലാതാക്കാനാണെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും KP ഫിലിപ്പ് പറഞ്ഞു. ഇടുക്കി രൂപത കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സ്നേഹസംഗമം മുരിക്കാശ്ശേരിയിൽ വെച്ച് നടന്നു. ഇടുക്കി രൂപത അധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി രൂപതയിലെ വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരുടെ സംഘടനയാണ് കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ്. ഈ സംഘടനയുടെ വാർഷിക സമ്മേളനമാണ് മുരിക്കാശ്ശേരിയിൽ വെച്ച് നടന്നത്. മുരിക്കാശ്ശേരി പാവനാത്മ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സ്നേഹസംഗമം ഇടുക്കി രൂപത അധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രൗഢമായ ഒരു സദസ്സാണ് ഇടുക്കി രൂപത കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ ഈ സംഗമത്തിൽ ഇവിടെ സന്നിഹിതമായിരിക്കുന്നത്. നമ്മുടെ സ്കൂളുകളൊക്കെ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 2003 ഇടുക്കിയിൽ കോർപ്പറേറ്റ് ഏജൻസി ആരംഭിച്ചത്. അതിനുശേഷം ജോലിയിൽ പ്രവേശിച്ചവരാണ് എന്നിവിടെ ഇരിക്കുന്ന നല്ലൊരു ശതമാനം അധ്യാപകരും അനധ്യാപകരും. നമ്മുടെ രൂപതയുടെ അതിർത്തിക്കുള്ളിൽ നിന്ന് ഈ മലയോര മേഖലയെ അറിയുന്ന, ഈ മലയോര മേഖലയെ സ്നേഹിക്കുന്ന വ്യക്തികൾ അധ്യാപന ജോലിയിലേക്ക്, അനധ്യാപക മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ സ്കൂളുകളൊക്കെ കൂടുതൽ വളർച്ച പ്രാപിക്കും എന്ന ഒരു കാഴ്ചപ്പാട് രൂപതയ്ക്ക് ആദ്യകാലം മുതലേ ഉണ്ടായിരുന്നു. ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി രൂപത കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ഏർപ്പെടുത്തിയ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ അവാർഡ് കരസ്ഥമാക്കിയ സണ്ണി ജോസഫ് പനച്ചിയാനി, സണ്ണി തോമസ് കടുത്താഴെ, ഫാദർ ജോസഫ് പൗവത്തിൽ എന്നിവർക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ ജോർജ് തക്കടിയേൽ, മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ദൈവാലി വികാരി ഫാദർ ജോസ് നരിത്തൂക്കിൽ, പാവനാത്മ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബെന്നോ പുതിയാപറമ്പിൽ, മുരിക്കാശ്ശേരി സെന്റ് മേരീസ് സ്കൂൾ പ്രിൻസിപ്പൽ ജോസഫ് മാത്യു, സിബി വലിയമറ്റം, ജോയി ജോസഫ്, ജിജി കൂട്ടുങ്കൽ, ബോബി തോമസ് എന്നിവർ സംസാരിച്ചു. ഇടുക്കി രൂപതയിലെ 1000-ലധികം അധ്യാപകർ ചടങ്ങിൽ പങ്കെടുത്തു. യോഗത്തിൽ മികച്ച അധ്യാപകരായി തിരഞ്ഞെടുത്ത ലാലു തോമസ്, ജോയി ജോസഫ്, സിസ്റ്റർ ജെയ്സ്ലെറ്റ്, ലൈസമ്മ ജോസഫ്, സാജു തോമസ് എന്നിവർക്ക് മൊമന്റോയും കൈമാറി. കട്ടപ്പന വെസ്റ്റിന്റെ ഭാഗമായ ടിക്കറ്റ് കൗണ്ടറിന്റെ ഉദ്ഘാടനം നടന്നു. ഗായത്രി ഡിസൈൻസ് ഉടമ MV സജീവ് കൗണ്ടറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫെസ്റ്റ് നഗരിയിൽ സന്ദർശനം നടത്തുവാനായി 70 രൂപ ടിക്കറ്റ് നിരക്കാണ് സംഘാടക സമിതി നിശ്ചയിച്ചത്. കൂടാതെ കട്ടപ്പനയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഡിസ്കൗണ്ട് കൂപ്പൺ ഉപയോഗിച്ച് 50 രൂപയ്ക്കും ടിക്കറ്റുകൾ ലഭ്യമാകും. ടിക്കറ്റ് കൗണ്ടറിന്റെ ഉദ്ഘാടനം കട്ടപ്പന ഗായത്രി ഡിസൈൻസ് ഉടമ MV സജീവ് നിർവഹിച്ചു. നമ്മുടെയൊക്കെ കൂട്ടായ്മ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഫെസ്റ്റ് ഉപയോഗിക്കുകയും ഈ 26 ദിവസം നമുക്ക് ഒരുമിച്ച് ഒരുപോലെ നമുക്ക് ഉത്സവം കൊണ്ടാടാൻ കഴിയുന്നത് അങ്ങനെ ഒരു ഭാഗ്യമാണ്. കിടക്കുന്ന നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിലെ
നമ്മുടെ ജില്ലയിൽ നല്ല കച്ചവടത്തിന്റെ കാര്യങ്ങളും ഒക്കെ കട്ടപ്പനയിൽ ഉണ്ടാകാനുള്ള ഒരു മാർഗവുമാണ് നമ്മുടെ ഈ സ്ഥലത്ത്. 5 പേർക്ക് ഫെസ്റ്റ് ദിനങ്ങൾ മുഴുവൻ സന്ദർശിക്കുവാൻ 2000 രൂപയും ഒരാൾക്ക് ഫെസ്റ്റ് ദിനങ്ങൾ മുഴുവൻ ആസ്വദിക്കുവാൻ 1000 രൂപയുമാണ് പാസ് നിരക്ക്. പരിപാടിയിൽ സിജോമോൻ ജോസ്, ശ്രീധർ ആർ, ഷിയാസ് കെ, ഷാജി നെല്ലിപ്പറമ്പിൽ, അജിത് സുകുമാരൻ, സിജോ എവറസ്റ്റ്, അനിൽകുമാർ എസ് നായർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ശാസ്ത്രം ജനനന്മയ്ക്ക് ശാസ്ത്രം നവകേരളത്തിന് എന്ന മുദ്രാവാക്യമുയർത്തി പദയാത്ര സംഘടിപ്പിച്ചു. കാഞ്ചിയാർ ലെബക്കടിയിൽ നിന്നും ആരംഭിച്ച പദയാത്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി ജോളി ഉദ്ഘാടനം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജനുവരി 24 മുതൽ ഫെബ്രുവരി 28 വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പദയാത്ര നടത്തുകയാണ്. ഇതിനോടനുബന്ധിച്ചാണ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പദയാത്ര സംഘടിപ്പിച്ചത്. കട്ടപ്പന മേഖലയുടെ പദയാത്ര കാഞ്ചിയാർ ലെബക്കടയിൽ നിന്നും ആരംഭിച്ച കട്ടപ്പനയിൽ സമാപിച്ചു. പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം മഞ്ജു ഷോൺകുമാർ ജാഥ ക്യാപ്റ്റനായിട്ടുള്ള പദയാത്രയുടെ ഉദ്ഘാടനം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി ജോളി നിർവഹിച്ചു. ഈ പര്യടനം നടത്തുന്നതിന് മുന്നോടിയായി ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കഴിഞ്ഞു. ഓരോ ജില്ലകളുടെയും പ്രാദേശികമായ പ്രശ്നങ്ങളും അതുപോലെ തന്നെ നേരിടുന്ന പ്രധാന പ്രതിസന്ധികളെയും എല്ലാം വിലയിരുത്തിക്കൊണ്ടുള്ള ചർച്ചകളും അതുപോലെ തന്നെ ഓരോ പ്രദേശങ്ങളും അവിടെ ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങളെ എല്ലാം സംബന്ധിച്ച് വലിയ പഠനങ്ങളും പൊതുജന മധ്യത്തിലുള്ള ചർച്ചകളും അതുപോലെ തന്നെ ബോധവൽക്കരണ പരിപാടികളും സെമിനാറുകളും അടക്കം ഒത്തിരിയേറെ പരിപാടികൾ നടത്തിക്കൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് ശാസ്ത്രബോധത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ മാറ്റത്തിന് തുടക്കം കുറിക്കുവാൻ നമ്മുടെ കേരളത്തിലാകമാനമുള്ള ജനങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് അതിൽ അണിചേരുവാനായി ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പദയാത്രയാണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ശാസ്ത്രബോധത്തിൽ അധിഷ്ഠിതമായ സാമൂഹിക മാറ്റത്തിനായി കേരളത്തിലെ ജനങ്ങളോടുള്ള അഭ്യർത്ഥനയായിട്ടാണ് ശാസ്ത്രം ജനനന്മയ്ക്ക് ശാസ്ത്രം നവകേരളത്തിന് എന്ന സന്ദേശമുയർത്തി പദയാത്ര നടക്കുന്നത്. കേരളം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്താനും വീണ്ടും മെച്ചപ്പെടുത്തുവാനും പുതിയവ കൈവരിക്കുവാനും മുഴുവൻ ജനങ്ങളുടെയും ഐക്യവും കൂട്ടായ്മയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. പദയാത്രയുടെ ഉദ്ഘാടന യോഗത്തിൽ KSSP ജില്ലാ സെക്രട്ടറി വി ഷാജി, അംഗങ്ങളായ ചിത്രാലയം ശശികുമാർ, PA തങ്കച്ചൻ, ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കട്ടപ്പന ബ്ലോക്കിലെ വിവിധ CDS ബാലസഭാ കുട്ടികൾക്കായി അയ്യപ്പൻകോവിലിൽ ബാഡ്മിന്റൺ പരിശീലനം സംഘടിപ്പിച്ചു. കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ബാഡ്മിന്റൺ പരിശീലനത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ നിർവഹിച്ചു. കുട്ടികളിൽ കായിക മനോഭാവം വളർത്തിയെടുക്കുക, മികച്ച കായിക താരങ്ങളെ സൃഷ്ടിക്കുക, കായികമായി മുന്നേറാൻ അവസരങ്ങൾ നൽകുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് കുടുംബശ്രീ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ബാഡ്മിന്റൺ പരിശീലനം സംഘടിപ്പിച്ചത്. കുടുംബശ്രീ ഇടുക്കി ജില്ലാ മിഷൻ കട്ടപ്പന ബ്ലോക്കിലെ വിവിധ CDS ബാലസഭാ കുട്ടികൾക്ക് വേണ്ടിയാണ് പരിശീലന പരിപാടി നടത്തിയത്. 13 മുതൽ 16 വയസ്സുവരെയുള്ള കുട്ടികൾക്കായിട്ടാണ് പരിശീലനം. അയ്യപ്പൻകോവിൽ ആനക്കുഴി ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ബാഡ്മിന്റൺ പരിശീലനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബ്ലോക്കിന് കീഴിലും ബാഡ്മിന്റൺ പരിശീലനം ബാലസഭാ കുട്ടികൾക്ക് നൽകുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ അയ്യപ്പൻകോവിൽ കുടുംബശ്രീയിൽ ഉള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാലസഭാ കുട്ടികൾക്ക് ഇന്നിവിടെ ബാഡ്മിന്റൺ പരിശീലനം ശനി ഞായർ ദിവസങ്ങളിലായിട്ട് നൽകുകയാണ്. എന്തായാലും കുടുംബശ്രീ ഇങ്ങനെയൊരു സംരംഭം നടത്തുന്നത് നല്ലൊരു കാര്യമാണ്. കുട്ടികൾക്കുള്ളിലുള്ള കലാവാസനകൾ പുറത്തെത്തിക്കുന്നതിന് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു പരിശീലനം നൽകുന്നതിനും വരും കാലങ്ങളിൽ കേരളോത്സവത്തിലൊക്കെ അവർക്ക് നല്ല രീതിയിൽ അതിൽ പങ്കെടുക്കുകയും സമ്മാനം വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായകമാണ്. എന്തായാലും ഇതിൽ പങ്കെടുക്കാൻ വന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും ചെയ്തു. ശനി ഞായർ ദിവസങ്ങളിലായി ട്രെയിനർ N വിശ്വംഭരന്റെ നേതൃത്വത്തിൽ ക്ലാസുകൾ നടക്കും. കുട്ടികളെ കായികമായി പരിപോഷിപ്പിച്ച് ടൂർണമെന്റ് സംഘടിപ്പിക്കാനാണ് കുടുംബശ്രീയുടെ ലക്ഷ്യം. ഉദ്ഘാടന യോഗത്തിൽ കുടുംബശ്രീ ചെയർപേഴ്സൺ രജിത ഷാജൻ, ഗ്രാമപഞ്ചായത്ത് അംഗം സിജിമോൾ MS, കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ഷൈനി ആന്റണി, ബ്ലോക്ക് കോർഡിനേറ്റർ MC ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കുടുംബശ്രീ ജില്ലാ മിഷന്റെയും അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ബാലസഭാ കുട്ടികൾക്കായി ബാഡ്മിന്റൺ പരിശീലനം ആരംഭിച്ചു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD അജിത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് കുടുംബശ്രീ ഇടുക്കി ജില്ലാ മിഷന്റെയും അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ ബാലസഭാ കുട്ടികൾക്കായി ബാഡ്മിന്റൺ പരിശീലന പരിപാടി ആരംഭിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് ആഴ്ചയിൽ 2 ദിവസമാണ് പരിശീലനം നൽകുക. പദ്ധതിക്കായി 50,000 രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ആരംഭിച്ച ബാഡ്മിന്റൺ പരിശീലന പരിപാടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD അജിത് ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാർ, പീരുവേട്, കുമളി പഞ്ചായത്തുകളുള്ള
തിരഞ്ഞെടുക്കപ്പെട്ട 25 കുട്ടികൾക്ക് ബാഡ്മിൻ്റൺ പരിശീലനം ഇന്നു മുതൽ ഇവിടെ ആരംഭിക്കുകയാണ്. ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ 4 മണി വരെയാണ് ക്ലാസ് ആരംഭിക്കുന്നത്. അതിനുള്ള മറ്റ് അധ്യാപകരുടെ ഇവിടെ വന്നിട്ടുണ്ട്. ഈ മേഖലയിൽ ബാഡ്മിൻ്റൺ മേഖലയിൽ ഉള്ള കുട്ടികൾക്ക് അവരെ ഈ രംഗത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള മികച്ച പരിശീലനമാണ് നടത്തുവാൻ വേണ്ടിയാണ് കുടുംബശ്രീ ഉദ്ദേശിക്കുന്നത്. കുടുംബശ്രീ ചെയർപേഴ്സൺ പുനിത എസ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് കോർഡിനേറ്റർ ഷാനവാസ് പരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് കുട്ടികൾക്കായി ബാഡ്മിന്റൺ പരിശീലനം നൽകി. 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. പദ്ധതി തുടർച്ചയായി നടത്തിക്കൊണ്ടുപോകുവാനാണ് കുടുംബശ്രീയുടെ തീരുമാനം. ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് കൊന്നത്തടി പഞ്ചായത്ത് സമിതി രൂപീകരണ യോഗം നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് കൊന്നത്തടി പഞ്ചായത്ത് സമിതി രൂപീകരണ യോഗം പാറത്തോട് സെന്റ് ജോർജ് ഫെറോന ദേവാലയ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത്. ഉദ്ഘാടന യോഗത്തിൽ മർച്ചന്റ് അസോസിയേഷൻ പാറത്തോട് യൂണിറ്റ് പ്രസിഡന്റ് VM നാരായണൻ അധ്യക്ഷനായിരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ് യോഗം ഉദ്ഘാടനം ചെയ്തു. അത് പ്രതിഷേധമാണെന്നും അത് ഇടുക്കിക്കാരൻ്റെതല്ല മൗലിക അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ 14 മുതൽ 24 വരെയുള്ള എല്ലാ ചട്ടങ്ങളുടെയും മൗലിക ലംഘനമാണ്. അതിൽ ഇടുക്കിക്കാരൻ എല്ലാ അവകാശങ്ങളോടും കൂടി ഇടുക്കിയിലേക്ക് കയറി വന്നവരാണ്. ഇവിടെ ആരും കയ്യിൽ വന്നവരില്ല. ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ഇടുക്കി ജനറൽ കൺവീനർ റസാഖ് ചുരുവേലി മുഖ്യപ്രഭാഷണം നടത്തി. PM ബേബി, ഫാദർ ജോസ് കൊച്ചുപുരയ്ക്കൽ, ഫാദർ ജോസ് ചെമ്മരപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് PM ബേബിയുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിച്ചു. VM നാരായണൻ ചെയർമാനായും ജനറൽ കൺവീനറായി ബെന്നി പുതിയ വീട്ടിൽ, ട്രഷററായി ജോസ് ചിറക്കൽ, വൈസ് ചെയർമാനായി ഗിരീഷ് കമ്പളികണ്ഠം എന്നിവരെയും തെരഞ്ഞെടുത്തു. രക്ഷാധികാരികളായി മതാധ്യക്ഷന്മാരെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. കട്ടപ്പന നഗരസഭയുടെയും കമ്പ്യൂട്ടർ പാർക്കിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വനിതകൾക്കായി എംബ്രോയിഡറി പരിശീലനം നൽകി. നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വനിതകൾക്കൊരു സ്വയം തൊഴിൽ എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് കട്ടപ്പന നഗരസഭയും കമ്പ്യൂട്ടർ പാർക്കും സംയുക്തമായി വനിതകൾക്കായി എംബ്രോയിഡറി വർക്കുകളുടെ പരിശീലനം സംഘടിപ്പിച്ചത്. കമ്പ്യൂട്ടർ പാർക്കിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഫാഷൻ വാലി ട്രെയിനർ ശില്പ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. എംബ്രോയിഡറി വർക്കുകളുടെ വിവിധ തലങ്ങൾ വനിതകൾക്ക് പരിചയപ്പെടുത്തുന്നതിനും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുമായിട്ടാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ₹1 പോലും മുടക്കാതെ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം മുനിസിപ്പാലിറ്റി ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൗമാരക്കാരായ പിള്ളേർക്ക് ആയോധന കല, ഈ കഴിഞ്ഞ ദിവസം ഗോൾഡ് മെഡൽ മേടിച്ച കുട്ടി നമ്മുടെ ആയോധന കലയിലൂടെ പരിശീലനം നേടിയാണ് ആ കുഞ്ഞിന് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുള്ളത്. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്ക്ഷോപ്പ്. നിങ്ങൾക്കറിയാം, ഒരു വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പല പല പണികൾ നിങ്ങളെ പഠിപ്പിക്കും അല്ലേ. ഇന്നിപ്പോൾ ഞാൻ അവിടെ വന്നപ്പോൾ തന്നെ കണ്ടു നിങ്ങളുടെ കലണ്ടർ ശരിയാക്കി വെച്ചിരിക്കുന്നു. എന്ത് ഭംഗിയോടുകൂടി അത് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങളുണ്ടാക്കിയ ഒരു ബൊക്ക തന്നാണ് ഞങ്ങളെ ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പം അനന്തമായ സാധ്യതകളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് തുറന്നിട്ടിരിക്കുന്നത്. നഗരസഭാ വൈസ് ചെയർമാൻ ജോയി ആലിത്തോട്ടം, CDS ചെയർപേഴ്സൺ രത്നമ സുരേന്ദ്രൻ, കമ്പ്യൂട്ടർ പാർക്ക് ഗ്രൂപ്പ് ഓഫ് മാനേജിംഗ് ഡയറക്ടർ സിൻസ് ജോസ്, കമ്പ്യൂട്ടർ പാർക്ക് മാനേജിംഗ് ഡയറക്ടർ ജോജോ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഏകദിന പരിശീലന പരിപാടി സൗജന്യമായാണ് സംഘടിപ്പിച്ചത്. നിരവധി ആളുകൾ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. കാഞ്ചിയാർ കർഷക മിത്ര കാർഷിക SHGയുടെ ആഭിമുഖ്യത്തിൽ കാർഷിക ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി വേലമ്പറമ്പിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡിൽ കർഷക മിത്ര കാർഷിക SHGയുടെ ആഭിമുഖ്യത്തിലാണ് കാർഷിക ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. കേന്ദ്ര സർക്കാരിന്റെ സ്വാം പദ്ധതിയിൽപ്പെടുത്തി 50 കൃഷിക്കാർക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. കാർഷിക ഉപകരണങ്ങളായ പവർ സ്പ്രേയർ, ഇലക്ട്രിക് മോട്ടോറുകൾ, മോട്ടോർ വാൾ, കളവെട്ടി യന്ത്രം, തെങ്ങുകയറ്റ യന്ത്രം, പോൾ പ്രൂണർ, ഏണി, ഉന്തുവണ്ടി എന്നിവയാണ് വിതരണം ചെയ്തത്. 9,99,175 രൂപയുടെ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്. കാർഷിക ഉപകരണ വിതരണം ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി വേലമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് സ്വാം പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് 80% സബ്സിഡിയോടുകൂടിയുള്ള കാർഷിക ഉപകരണങ്ങളാണ് ഇന്നിവിടെ വിതരണം ചെയ്തത്. കർഷകർക്ക് ആവശ്യമായിട്ടുള്ള പമ്പ് സെറ്റുകൾ, അതുപോലെ തന്നെ ഉന്തുവണ്ടി, ഏണി, കളവെട്ടി, മോട്ടോർ വാള്, അങ്ങനെ കർഷകർക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണോ ആ ഉപകരണങ്ങളെല്ലാം ഇന്നിവിടെ വിതരണം ചെയ്യാനായിട്ട് ഈ കർഷക മിത്ര കാർഷിക SHGക്ക് കഴിയുകയാണ്.
പരിപാടികൾക്ക് സംഘം പ്രസിഡന്റ് റിജി വാലുമേൽ, സെക്രട്ടറി അജിത് ബിനോയി, തങ്കച്ചൻ വളവനാൽ, സുബിൻ വാഴക്കാല, ജെസി മുക്കട, തങ്കച്ചൻ മാത്തശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹൈറേഞ്ചിൽ വീണ്ടും നാടക വസന്തം. എഴുകുംവയിൽ നിത്യസഹായമാതാ ദേവാലയ തിരുനാളിനോടനുബന്ധിച്ച് പ്രാദേശിക കലാകാരന്മാർ അണിയിച്ചൊരുക്കിയ നാടകം അരങ്ങേറും. കുഞ്ഞപ്പന്റെ പെരുന്നാൾ എന്ന സാമൂഹ്യ നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ബെന്നി എഴുകുംവയലാണ്. പ്രധാന കഥാപാത്രമായ കുഞ്ഞപ്പനായും ഇദ്ദേഹമാണ് അഭിനയിക്കുന്നത്. സൈമൺ കീച്ചേരി, ജെയിംസ് റോയൽ, സോണിയ മാത്യു, ഷിനി ബിജു, ബിന്ദു പാറത്തറ, ജോയി മുറുകുമൂടൻ, ജോയി നെടുമുറ്റം തുടങ്ങി പ്രഗത്ഭരായ 12 കലാകാരന്മാരും വേഷമിടുന്നുണ്ട്. തിരുനാളിനോടനുബന്ധിച്ച് നാളെ രാത്രി 8 മണിക്ക് നാടകം അവതരിപ്പിക്കും. പെൺമക്കളുടെ കൂടെ നിൽക്കുന്നത് കുറച്ചിലായിട്ടല്ല, അതല്ല അതിന്റെ ശരി. തോമസ് കുട്ടിയുടെ ആൾക്കാരൊക്കെ എന്റെ ആൺമക്കളെ പഠിക്കും. മാത്തുക്കുട്ടിയെ നല്ലൊരു സ്ഥാപനത്തിലാക്കണം. നിനക്ക് ഞാനൊരു സാരി കൊടുത്തിട്ടുണ്ട്, നാളെ കഴിക്കാം. എനിക്ക് ആവശ്യത്തിന് സാരി ഒക്കെ ഉണ്ടോ പൂർവച്ചായ? എന്നാലും എന്റെ ഒരു ഇഷ്ടത്തിന് ഒരാങ്ങളെ പെങ്ങൾക്ക് തരുന്നതുപോലെയാണ് വാങ്ങിയ. എനിക്ക് വേണ്ട. എന്റെ പൊന്നിലേക്ക് പറയാം. മലയാളിയുടെ ഏത് ആഘോഷത്തിലും കടന്നുവരുന്ന ഒന്നാണ് തിരുവാതിരകളി. കേരളത്തിലെ വനിതകളുടെ തനതായ സംഘനൃത്ത കലാരൂപം വേദികളിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ തിങ്കിൾക്കാട് സ്വദേശികളായ ഒരു പറ്റം വീട്ടമ്മമാർ. തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്ന ഇവർ സമയം കണ്ടെത്തിയാണ് യൂട്യൂബിന്റെ സഹായത്തോടെ തിരുവാതിര പഠിച്ചത്. മലയാളികളുടെ ഏത് ആഘോഷത്തിലും കടന്നുവരുന്ന ഒന്നാണ് തിരുവാതിരകളി. കേരളത്തിലെ വനിതകളുടെ തനതായ സംഘനൃത്ത കലാരൂപം വേദികളിൽ അവതരിപ്പിക്കുകയാണ് കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ തിങ്കിൾക്കാട് സ്വദേശികളായ ഒരു പറ്റം വീട്ടമ്മമാർ. ജീവിതം കരുപിടിപ്പിക്കുന്നതിനായി രാവന്തിയോളം കഷ്ടപ്പെടുന്ന ഒരു സമൂഹമാണ് തോട്ടം തൊഴിലാളികൾ. എന്നാൽ തങ്ങളുടെ കലാവാസനകളെ വേദികളിൽ അവതരിപ്പിക്കുവാൻ സമയം കണ്ടെത്തുകയാണ് മുനിയറ തിങ്കിൾക്കാട്ടിലെ ഒരു പറ്റം തോട്ടം തൊഴിലാളികൾ. സ്കൂൾ വിദ്യാഭ്യാസ കാലങ്ങളിൽ വേദികളിൽ അവതരിപ്പിച്ച തിരുവാതിര വീണ്ടും വേദികളിലേക്ക് എത്തിക്കാനാണ് ഈ വീട്ടമ്മമാരുടെ ലക്ഷ്യം. ജോലി ചെയ്തതിനു ശേഷം വീട്ടിലെത്തി വീട്ടുജോലികളും ചെയ്തതിനു ശേഷമാണ് തിരുവാതിരകളി പരിശീലിക്കുന്നത്. 6 വീട്ടമ്മമാരാണ് തിരുവാതിര പരിശീലനം നടത്തുന്നത്. വീട്ടുജോലിക്കും തോട്ടം ജോലിക്കും ശേഷം സമയം കണ്ടെത്തി ഓരോ വീടുകളിലും ഒത്തുകൂടിയാണ് പരിശീലനം. തോട്ടത്തിൽ പോയിച്ച് വന്നിട്ട് എല്ലാവരും കൂടെ കൂടി ഞങ്ങൾ രാത്രി കളിച്ച് 9:30 വരെ കളിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പഠിച്ച് ഇപ്പോൾ കളിക്കുന്നത്. ഇപ്പം പല അമ്പലങ്ങളിലും ഞങ്ങൾ കളിച്ചു. അത് ഇവിടുത്തെ പ്രതിഷ്ഠ ഞങ്ങളുടെ തൊട്ടടുത്ത അമ്പലമാണല്ലോ. അപ്പോൾ അമ്പലം ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ ശാഖയായിട്ട് തിരിച്ചു തന്നു കഴിഞ്ഞപ്പം പ്രതിഷ്ഠാ വാർഷികത്തിനാണ് ഞങ്ങളിങ്ങനെ തീരുമാനിച്ചത്. അവിടുത്തെ പണി എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചതാണ് ഇവിടെ പിന്നെ ഒരു തിരുവാതിര കളിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ കളിക്കാൻ തുടങ്ങിയതാണ്. അതിപ്പോൾ ഇതുവരെ ഞങ്ങൾ പല അമ്പലങ്ങളിലും ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ പോയി കളിച്ചു. അങ്ങനെയൊക്കെ ഇത് തുടർന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. പരിശീലകർ ഇല്ലാതെ മൊബൈൽ ഫോണിന്റെ സഹായത്തോടെ യൂട്യൂബിലൂടെയാണ് ഇവർ തിരുവാതിര പരിശീലിക്കുന്നത്. മംഗലശ്ശേരിയിൽ സലീല ചന്ദ്രൻ, കുടിപ്പാറയിൽ ജാസ്മി അനിൽ എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. ഒരു വർഷക്കാലമായി ആരംഭിച്ച തിരുവാതിര 10ഓളം സ്റ്റേജുകളിൽ അവതരിപ്പിക്കുവാൻ ഈ വീട്ടമ്മമാർക്ക് കഴിഞ്ഞു. തിങ്കിൾക്കാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഇവർ നടത്തിയ തിരുവാതിര കാണുവാൻ നിരവധി ആളുകളാണ് എത്തിയത്. ഇടുക്കി താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ ബാലകലോത്സവം സംഘടിപ്പിച്ചു. UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലായിട്ടാണ് മത്സരം സംഘടിപ്പിച്ചത്. ഇടുക്കി താലൂക്കിന് കീഴിലെ 65 ലൈബ്രറികളിൽ നിന്നായി 200-ലധികം കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുക്കുവാനെത്തിയത്. കാവ്യാലാപനം, പ്രസംഗം, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൽ, കഥാപാത്ര നിരൂപണം, കഥാരചന, കാർട്ടൂൺ രചന, നാടൻപാട്ട് തുടങ്ങി 10ഓളം മത്സരങ്ങളാണ് കുട്ടികൾക്കായി സംഘടിപ്പിച്ചത്. ഓരോ ലൈബ്രറിയെയും അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്കൂളുകൾ അല്ലെങ്കിൽ ലൈബ്രറികളിലുള്ള ബാലവേദികൾ അവിടെ നടത്തിയ കലോത്സവത്തിന്റെ വിജയികളായ ആളുകളാണ് ഇവിടെ ഇന്ന് ഈ ഹോളിൽ ഇപ്പോൾ കാണുന്നത്. ലൈബ്രറി തലത്തിൽ നടന്ന മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്കായാണ് താലൂക്ക് തലത്തിൽ മത്സരം സംഘടിപ്പിച്ചത്.
ജില്ലയിലെ തന്നെ പ്രമുഖരായ വിധികർത്താക്കളുടെ സഹായത്തോടുകൂടി വിധി നിർണയം നടത്തി വിജയികളാകുന്ന കുട്ടികൾക്ക് ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുക്കാം. കഴിഞ്ഞ ഒരു വർഷമായി കട്ടപ്പനയിൽ പ്രവർത്തിച്ചു വരുന്ന മിത്ര ബിന്ദു നിധി ലിമിറ്റഡിന്റെ പുതിയ ഡിവിഷണൽ ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ഇടുക്കിക്കവല ബൈപ്പാസിൽ പ്രവർത്തിച്ചു വന്നിരുന്ന മിത്ര ബിന്ദു നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ പുതിയ ഓഫീസാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പ്രവർത്തിക്കുന്ന പള്ളിക്കവല CSI ഗാർഡനിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 4 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച് ഇന്ന് കേരളത്തിൽ 15ഓളം ശാഖകൾ ഇതിൻ്റെ ഭാഗമായി തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അതിൻ്റെ കോർഡിനേഷനും ജനങ്ങൾ ഈ സ്ഥാപനത്തിന് നൽകുന്ന അംഗീകാരവും തീർച്ചയായിട്ടും വിലമതിക്കപ്പെടാവുന്ന ഒന്നാണ്. കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് മിനിമം 8% ലാഭവിഹിതം നൽകി വരുന്നതായി മിത്ര ബിന്ദു നിധി ലിമിറ്റഡ് ചെയർമാൻ ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. സെന്റ് ജോൺ CSI ദേവാലയ വികാരി ഫാദർ ഡോക്ടർ ബിനോയ് P. ജേക്കബ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഡയറക്ടർ ജയപ്രകാശ്, മാനേജിംഗ് ഡയറക്ടർ പ്രസാദ് കൃഷ്ണൻ നായർ, ഡിവിഷൻ മാനേജർ ജോസഫ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഓറഞ്ച് നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മാത്യു ചേട്ടന്റെ ചായക്കട വിനോദസഞ്ചാരികളുടെ മനം കവരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി ഇരുട്ടുകാനത്താണ് ഈ വ്യത്യസ്തമായ ചായക്കടയുള്ളത്. ആനവിരട്ടി സ്വദേശിയായ മാത്യുവിന്റേതാണ് ദേശീയപാതയോരത്തുള്ള ഈ ചെറിയ ചായക്കട. വിദേശ ഇനത്തിൽപ്പെട്ട ഓറഞ്ച് ട്രംപറ്റ് വൈൻ അഥവാ പൈറോസ്റ്റിയ വെനുസ്റ്റ എന്ന ചെടിയാണ് ഈ ചായക്കടയുടെ മുകളിൽ പടർന്നു പന്തലിച്ചു കിടക്കുന്നത്. 39 വർഷമായി ചായക്കട നടത്തി ഉപജീവനം നടത്തിവരുന്ന മാത്യുവിന് 19 വർഷം മുമ്പ് മൂന്നാർ സന്ദർശനത്തിന് ശേഷം മടങ്ങുകയായിരുന്ന വിദേശികളാണ് ചെടി നൽകിയത്. കടയുടെ വശത്ത് നട്ട ചെടി പിന്നീട് പടർന്നു പന്തലിച്ച് കട മുഴുവൻ വ്യാപിച്ചു. വർഷത്തിൽ ഡിസംബർ മുതൽ നീളുന്ന 4 മാസക്കാലമാണിത് പൂവിടുന്നത്. ഈ ഫ്ലവറിനെ പറയുകയാണെങ്കിൽ ഇത് 30 വർഷമായി ഫ്ലവർ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇത് അച്ഛനെ ഒരു കോർണർ കൊടുത്താണ് ചെറിയ തൈയായിട്ട്. അതുപോലെ ഇത്രയും വലുതായിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്നൊരു ചെറിയ കമ്പോ തയ്യോ നമ്മൾ നട്ടപ്പോൾ മണ്ണിൽ നമുക്ക് ഇതുവരെ പിടിച്ചിട്ടില്ല. പ്ലാന്റ് നമുക്ക് മേടിക്കാൻ കിട്ടും. അത് നമ്മൾ 2 പ്രാവശ്യം മേടിച്ച് അത് ഇവിടെ നട്ട് എറണാകുളത്ത് കൊണ്ട് നട്ടിരുന്നു. ഒരാഴ്ച മാക്സിമം നിന്നിരുന്നു. അതുകൂടി അത് വിട്ടുപോയി, എത്തു വന്നിരുന്നില്ല. ക്ലൈമറ്റിൻ്റെ ഒരു ഇതുകൊണ്ട് ഇത് 30 വർഷമായിട്ട് നിൽക്കുന്ന കാരണം അങ്ങനെ നിൽക്കുന്നുണ്ട്. എല്ലാ ഡിസംബർ മാസമാണ് ഈ ഫ്ലവർ കറക്റ്റാകുന്നത്. പൂക്കൾ വിരിയുന്നതോടെ ചായക്കട മുഴുവൻ ഓറഞ്ച് നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് നിറയും. പൂക്കളുടെ ആകർഷണം കൊണ്ട് മൂന്നാർ സന്ദർശനത്തിനെത്തുന്ന സഞ്ചാരികൾ വാഹനം നിർത്തി ഒരു ചായ കുടിച്ച് കടയുടെ ചിത്രങ്ങൾ പകർത്തിയാണ് മടങ്ങുന്നത്. വിദേശികളടക്കമുള്ള സഞ്ചാരികൾ പൂക്കൾ നിറഞ്ഞ ചായക്കടയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചതോടെ മാത്യുവിന്റെ ചായക്കട പ്രശസ്തമായിരിക്കുകയാണ്. ബ്രസീൽ, ബൊളീവിയ, അർജന്റീന, പരാഗ്വ എന്നീ രാജ്യങ്ങളിൽ സാധാരണയായി കാണുന്നതാണ് ഓറഞ്ച് ട്രംപറ്റ് വൈൻ ചെടികൾ. പൂക്കൾ 4 മാസം വരെ നിൽക്കുമെന്നതും കടും ഓറഞ്ച് നിറവുമാണ് ഇതിന്റെ പ്രത്യേകത. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ശാന്തൻപാറ കാർഡമം പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 167, വിൽപ്പനയ്ക്ക് വന്നത് 40,242, വിൽപ്പന നടന്നത് 37,220, കൂടിയ വില 1,840, ശരാശരി വില 1,095.
കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 480 രൂപ, ഏലം കൂടിയ വില 1150, ഏലം ശരാശരി വില 750. കാപ്പിപ്പരിപ്പ് 170, ഗ്രാമ്പു 825, കൊക്കോ 47, റബ്ബർ 135. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5260 രൂപ, വെള്ളി 72. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പാലാ ഹോസ്പിറ്റലിൽ ഡോക്ടർ G. ദയാസുധൻ MBBS MD-യുടെ നേതൃത്വത്തിൽ സൈക്കാട്രിക് വിഭാഗം കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. പാലാ ഹോസ്പിറ്റൽ, കട്ടപ്പന. എന്താണ് പാചകകല? പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല. പാലാട്, രുചി ലോകത്തെ സമ്രാട്ട്. Higher education oriented coaching and training programs. Admission to the academic year 2023 is in progress. Carmel CMI Public School, Puliyanmala. ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിലെ അക്രമകാരികളായ കാട്ടാനകളെ പിടികൂടുന്നതിൽ തീരുമാനം ഉടനുണ്ടായേക്കും. കാട്ടാനകളെ പിടിക്കുന്നതിൽ ഉത്തരവിറക്കുക ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ. ആനകളെ പിടിക്കാൻ എത്തുന്നത് 3 കുങ്കിയാനകൾ ഉൾപ്പെടെ 23 അംഗ സംഘം. ഇടുക്കി ജില്ലയിൽ മാത്രം നിലവിലുണ്ടായിരുന്ന നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് നിബന്ധന ഒഴിവാക്കി ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഒഴിവാക്കിയത് ഭൂമി ഈടിന്മേൽ ധനകാര്യ സ്ഥാപനങ്ങൾ വായ്പ അനുവദിക്കുന്നതിന് തഹസിൽദാരുടെ നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണമെന്ന നിബന്ധന. പരിഹാരമായത് ഇടുക്കിക്കാർക്ക് ഏറെ ദുരിതം സമ്മാനിച്ച നടപടിക്രമങ്ങൾ. ഉപ്പുതര ഗ്രാമപഞ്ചായത്തിലെ രാജീവ് ഗാന്ധി കോളനി നിവാസികളെ പുനരധിവസിപ്പിക്കാൻ നടപടിയായി. ചോർന്നൊലിക്കുന്നതും ഇടിഞ്ഞു വീഴാറായതുമായ വീടുകളിൽ നിന്നും ആളുകളെ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളാക്കുവാനുള്ള ജില്ലാ കളക്ടറുടെ നടപടി മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്ന്. ബഫർ സോൺ വിഷയത്തിലും ഭൂപ്രശ്ന പരിഹാരത്തിലും സർക്കാർ കുറ്റകരമായ അനാസ്ഥ തുടരുകയാണെന്ന് ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു. ശക്തിവേലിന്റെ മരണത്തോടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് സർക്കാർ ശ്രമം. കാട്ടാന വിഷയത്തിന് പിന്നാലെ ബഫർ സോൺ വിഷയവും ഭൂപ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടിയുള്ള സമരം കോൺഗ്രസ് ശക്തമാക്കുമെന്നും CP മാത്യു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.